അസ്സലാമു അലൈക്കും. അന്ത്യനാൾ എന്നാൽ ലോകം അവസാനിക്കുന്ന ദിവസമാണ്. അന്ന് മരിച്ച എല്ലാവരും വീണ്ടും ജീവനോടെ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ചെയ്ത നല്ലതും ചീത്തയുമായ കാര്യങ്ങളെല്ലാം കണക്കാക്കപ്പെടും. ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തിക്കും ഫലം ലഭിക്കും. നമ്മൾ ചെയ്ത ഓരോ ചെറിയ നന്മയും ചെറിയ പാപവും പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലത് ചെയ്തവർക്ക് സ്വർഗവും തെറ്റുകൾ ചെയ്തവർക്ക് നരകവും ലഭിക്കും. അന്ത്യനാൾ അടുക്കുന്നതിന് ധാരാളം സൂചനകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്നത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഉപേക്ഷിക്കപ്പെടുന്നത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ ദുർവാശി വ്യാപിക്കും വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അന്ത്യദിനം അടുത്താൽ വ്യഭിചാര സന്തതികൾ വ്യാപകമാകും. ഒരു പുരുഷൻ അന്യ സ്ത്രീയുമായി വഴിയിൽ കിടന്നു വ്യഭിചരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സജ്ജനങ്ങൾ ആദ്യം മരിച്ചു പോകും. ബാർലിയുടെയും കാരക്കയുടെയും ഊമി പോലുള്ള നൃഗഷ്ടർ അവശേഷിക്കുകയും ചെയ്യും. അള്ളാഹു അവരെ ഗവനിക്കുകയില്ല. പുരുഷവേഷമിടുന്ന സ്ത്രീകൾ അന്ത്യദിനത്തിന്റെ ലക്ഷണമാണ്. പുരുഷവേഷമണിയുന്ന സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുന്നു. നഗരങ്ങളിൽ വെള്ള നിറത്തിൽ കൊട്ടാര സാദൃശ്യമുള്ള കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. മദീനയിൽ നിന്ന് ഇറാഖിലേക്ക് ഒരു സ്ത്രീക്ക് സുരക്ഷിതത്തോടു കൂടി തനിച്ച് യാത്ര ചെയ്യുന്ന സ്ഥിതി വരും. വ്യാപാര സ്ഥാപനങ്ങൾ അധികരിക്കും. ഭർത്താവിന്റെ കച്ചവടത്തിൽ ഭാര്യ സഹകാരവും സഹചാരിയുമാവുക എന്നത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണ്. തെറ്റിദ്ധാരണ പുലർത്തേണ്ടവരെ വിശ്വസ്തരായും വിശ്വസിക്കേണ്ടവരെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരായും ചെയ്യുന്നത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകത്വം വാദിക്കുന്ന 70 പേർ ലോകത്ത് പ്രത്യക്ഷപ്പെടും വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. കാലം അടുത്തു വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അന്ന് ഒരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരു ആഴ്ച പോലെയും ഒരു ആഴ്ച ഒരു ദിവസം പോലെയും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും ഒരു മണിക്കൂർ തീ ഉരസി കത്തിക്കുന്നത്ര സമയം പോലെയും ആയിരിക്കും. അന്ത്യനാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം താൽക്കാലികം മാത്രമാണ്. അതുകൊണ്ട് നിസ്കാരം കൃത്യമായി ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, നല്ല പ്രവർത്തികൾ കൂട്ടുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അള്ളാഹു നമ്മൾ എല്ലാവരെയും സത്യമാർഗത്തിൽ ജീവിക്കാനും നല്ല മരണം ലഭിക്കാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.